The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, welcome back to the physics class. Today, let's begin with our fifth chapter, that is reflection of light by spherical mirrors. As we know, light which helps us to see objects, അല്ലെ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നത് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വസ്തുക്കളെ കാണാനായിട്ട് പറ്റുന്നത്. And what do you mean by reflection? Yes, reflection of light. Actually, reflection, it's a property of light. അല്ലെ ലൈറ്റ് സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അല്ലെ ഇപ്പൊ നമ്മള് മുഖം നോക്കാറുള്ള കണ്ണാടി, അവിടെ എന്താ ചെയ്യുന്നത്? ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നമ്മളുടെ ഫേസ് കാണാനായിട്ട് പറ്റുന്നത്. അല്ലെ അപ്പോ മിറർ എന്ന് പറയുന്നത് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ്. സാധാരണ നമ്മൾ മുഖം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന മിറേഴ്സ്, അതിനെ നമ്മൾ പ്ലെയിൻ മിറേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ മിറേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബിക്കോസ് മിറേഴ്സ് എന്ന് പറയുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ മിറേഴ്സ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ സാധാരണ നമ്മുടെ മുഖം നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിറേഴ്സ് ആണ്, അല്ലെ? ആൻഡ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഒരു പ്ലെയിൻ മിററിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ദിസ് ഇസ് എ പ്ലെയിൻ മിറർ. സോ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലെയിൻ മിററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ഇതുപോലെയാണ്, അല്ലെ? ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഈ ഷെയ്ഡഡ് റീജിയൻ കാണിക്കുന്നത് മിററിന്റെ റഫ് സർഫസ് ആണ്, അല്ലെ? റഫ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാത്ത സർഫസിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ലൈറ്റ് എവിടെയാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്? ഈ ഒരു പോർഷനിൽ തട്ടിയിട്ടാണ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ക്ലിയർ? സോ ദിസ് ഇസ് എ പ്ലെയിൻ മിറർ. സോ പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ എങ്ങനെയാണോ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് ഇരിക്കുന്നത്, അതേ സൈസിലുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ പ്ലെയിൻ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? യെസ്, spherical mirrors. So in this chapter we are going to deal with spherical mirrors. So what is spherical mirrors? അപ്പോ സ്ഫെറിക്കൽ മിറേഴ്സ് പറയുന്നതിന് മുമ്പ് എന്താണ് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമുക്കറിയാം സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയാം, അല്ലെ? അപ്പൊ സ്ഫിയർ എന്ന് പറയുന്ന ഷേപ്പ് എന്താണ്? യെസ്, ഇത് നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളം. ഓക്കെ, ഒരു ക്രിക്കറ്റ് ബോളിന്റെ ഒക്കെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം, അല്ലെ? അതിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ വാട്ട് ഡു യു മീൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്? യെസ്, ഇത്തരത്തിലുള്ള ഒരു സ്ഫിയറിന്റെ ഒരു പോർഷൻ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു സ്ഫിയർ ആണ്, ഇതിന്റെ ഈ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടി, അല്ലെ? സപ്പോസ് ഈ ഒരു ഷേപ്പ് ഒരു മിററിനെ പോലെ ആക്ട് ചെയ്യാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു ഷേപ്പ് മിററിനെ പോലെ ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ലൈറ്റ് ഈ ഒരു സർഫസിൽ വന്ന് തിരിച്ചു പോകാം, റിഫ്ലക്ട് ചെയ്ത് പോവാം. അതല്ലെങ്കിലോ യെസ്, ഈ ഒരു സർഫസിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഈ ഒരു സ്ഫെറിക്കൽ ഷേപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടി ഇതേപോലെ റിഫ്ലക്ട് ചെയ്ത് പോവാണെങ്കിൽ ഈ ഷേപ്പ് എന്തുപോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്? ഒരു മിറർ പോലെ ആക്ട് ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള മിറേഴ്സിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സി ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്പൂണിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് കാണാനായിട്ട് പറ്റാറുണ്ട്, അല്ലെ? പക്ഷെ അത് സെയിം സൈസിലാണോ നമ്മൾ കാണാറുള്ളത്? അല്ല, അല്ലെ? ഇപ്പൊ നമുക്കറിയാം സ്പൂണിന്റെ രണ്ട് സർഫസ് ഉണ്ട്, അതിന്റെ ഒരു ഇന്നർ സർഫസും ഉണ്ട്, പിന്നെ ഒരു റിയർ സൈഡും ഉണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമ്മൾ വലിയ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്, മറ്റേ സൈഡിൽ നോക്കുമ്പോഴോ ചെറിയൊരു ഇമേജ് ആയിട്ടാണ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അവിടുത്തെ സ്പൂൺ ഒക്കെ നമുക്കൊരു സ്ഫെറിക്കൽ മിറർ ആയിട്ട്
കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സ്പെറിക്കൽ മിറേഴ്സ്. അപ്പൊ എന്താണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഒരു സ്ഫിയറിന്റെ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോർഷൻ ഒരു മിററിനെ പോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മിറേഴ്സിനെയാണ് നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്പെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഈ സ്ഫിയറിന്റെ ഈ ഒരു പോർഷനിൽ തട്ടി ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാം അല്ലെ, ഇങ്ങനെ കേവ് പോലെ ഇരിക്കുന്ന ഈ ഒരു സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്യാം. അതല്ലെങ്കിലോ അതിന്റെ പുറമേ ഉള്ള ഈ ഒരു പോർഷനിൽ തട്ടി റിഫ്ലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തില് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ there are two types of spherical mirrors. അപ്പൊ ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? സോ ഫ്ലാറ്റ് സർഫസിന് മാത്രമല്ല കർവ്ഡ് സർഫസിനും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്ലെയിൻ മിറേഴ്സിന് മാത്രമല്ല സ്പെറിക്കൽ മിറേഴ്സിനും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ വാട്ട് ഡു യു മീൻ ബൈ എ സ്പെറിക്കൽ മിറർ? സ്പെറിക്കൽ മിറേഴ്സ് ആർ mirrors in which the reflecting surface is a part of the sphere. ഓക്കെ, അപ്പൊ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം. ഓക്കെ, അപ്പൊ പ്ലെയിൻ മിറേഴ്സ് എന്ന് പറഞ്ഞപ്പോ അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിരുന്നു അല്ലെ. പക്ഷെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാലോ ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ പോർഷൻ ആയിട്ടാണ് വരുന്നത്. സോ സ്പെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ which the reflecting surface is a part of the sphere. So listen children, this is a sphere and here I have taken a part like this. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത് ഈ സ്ഫിയറിന്റെ പാർട്ട് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റിനെ ഇവിടെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നുമില്ലെങ്കിൽ ലൈറ്റിന് ഇവിടെ ഈ ഒരു സർഫസിൽ തട്ടി തിരിച്ചു വരാം, അതിനെയാണല്ലോ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കേവ് പോലെ ഇരിക്കുന്ന സർഫസിൽ തട്ടി തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഈ ഒരു സർഫസിലാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ മറ്റേ സർഫസ് എന്തായിരിക്കും? റഫ് സർഫസ് ആയിരിക്കും അല്ലെ. നമുക്കറിയാം മിറേഴ്സിന്റെ ഒരു വശം മാത്രമാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, മറ്റേ ഭാഗം റഫ് സർഫസ് ആണ്. ആൻഡ് റഫ് സർഫസിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു സ്ഫിയറിനെ നമ്മൾ കൺസിഡർ ചെയ്തു, അതിന്റെ ഒരു പാർട്ട് നമ്മൾ ഇവിടെ എടുത്തു. അപ്പൊ ഇതെന്തായി? ഒരു സ്ഫെറിക്കൽ മിറർ ആയി. സോ ലിസൺ മൈ ഡിയർ ചിൽഡ്രൻ, ഇവിടുത്തെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ ഈ ഒരു പാർട്ടിൽ, അതായത് ഇവിടെ കേവ് പോലെ ഇരിക്കുന്ന ഈ ഒരു പോർഷനിൽ ലൈറ്റ് വന്ന് വീണ് റിഫ്ലക്ട് ചെയ്യാം അല്ലെ. ഇനി രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? യെസ്, ഈ ഒരു പാർട്ടിന്റെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു പോർഷനിലും ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്ത് പോവാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഇന്നർ സർഫസ് എന്ത് ചെയ്യണം? യെസ്, ഇതുപോലെ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തത് കൊണ്ട് നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു സർഫസ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത് രണ്ടും എന്താണ്? സ്പെറിക്കൽ മിറേഴ്സ് ആണ്. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഇത് രണ്ടും എന്താണ്? സ്പെറിക്കൽ മിറേഴ്സ് ആണ്, ഒരു സ്ഫിയറിന്റെ പാർട്ട് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഹിയർ? യെസ്, ഇവിടെ ഈ ഒരു ഇന്നർ സർഫസ് ആണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയോ? യെസ്, ഇവിടെ പുറമേ ആണ് ലൈറ്റ് വന്ന് വീണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. സാധാരണ നമ്മൾ ഒരു സ്പൂണിന്റെ രണ്ട് വശത്തും നമ്മളുടെ ഇമേജ് കാണുന്നത് പോലെ തന്നെ. ഓക്കെ, അപ്പോ ഒരു സ്ഫിയറിന്റെ പാർട്ട് ആയിട്ടുള്ള ഒരു സർഫസ് ഇവിടെ ലൈറ്റിനെ ഇതേപോലെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു, രണ്ട് രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. സോ ദാറ്റ് there are two types of spherical mirrors. ഓക്കെ, പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണ് സർഫസ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടും സിമിലർ ആയിട്ടുള്ള പാർട്ടാണ് അല്ലെ. അപ്പൊ ഈ ഒരു സർഫസിൽ ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്ത് പോവാന്ന് പറയുമ്പോഴും ഈ ഒരു പോർഷനിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോവാന്ന് പറയുമ്പോഴും എന്താണ്? സെയിം ആണ്, ഒരുപോലെയാണ് വരുന്നത് അല്ലെ. പക്ഷെ കർവ്ഡ് സർഫസ് അല്ലെങ്കിൽ സ്പെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു പോർഷൻ കേവ് പോലെ ഇരിക്കുന്ന ഒരു പോർഷൻ ആണ്, മറ്റേത് പുറമേ ആണ് ലൈറ്റ് വന്ന് വീഴുന്നത്. സോ ഹിയർ വി ഹാവ് ടു കൺസിഡർ two types of mirrors, or here I'm introducing two types of mirrors, two types of spherical mirrors, that is convex mirror and concave mirror. Okay, there are two types of spherical mirrors, convex mirror and concave mirror. So spherical mirrors are those mirrors in which the reflecting surface is a part of sphere, and there are two types of spherical mirrors, and that is
concave mirror and convex mirror. Concave mirror and convex mirror. So this you have learned last year. And what is the peculiarity of a concave mirror? Yes, concave mirror light വന്ന് വീഴുന്നത് ഇതേപോലെ കേവ് പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗുഹ പോലെ നിൽക്കുന്ന ഈ ഒരു പോർഷനിലാണ് ലൈറ്റ് വന്ന് വീഴുന്നത് എങ്കിൽ അല്ലെങ്കിൽ അതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ അത്തരത്തിലുള്ള മിറേഴ്സിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു കർവ് ആണെന്ന് നമുക്കറിയാം. ആ കർവിന് രണ്ട് പാർട്ടാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു കേവ് പോലെ നിൽക്കുന്ന ഒരു റീജിയണും രണ്ടാമത്തെ പോർഷൻ എങ്ങനെയാണ്? യെസ്, ഇങ്ങനെ പുറമേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പോർഷനും അല്ലെ. അപ്പൊ ഇതൊരു കർവ് ആണെങ്കിൽ രണ്ട് പോർഷൻ ആണ് വരുന്നത്. ഒന്ന് ഈ കേവ് പോലെ നിൽക്കുന്ന ഒരു റീജിയണും രണ്ടാമത്തേത് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു റീജിയണും. ഓക്കെ, അപ്പൊ ഈ ഒരു കേവ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കേവ് പോലെയുള്ള ഈ ഒരു പോർഷൻ ആണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള മിറേഴ്സിനെ നമ്മൾ കോൺകേവ് മിറേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ദിസ് ഈസ് എ കോൺകേവ് മിറർ. ഓക്കെ, അപ്പോ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന പോർഷൻ ഈ ഒരു കേവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന പോർഷൻ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. ആൻഡ് വാട്ട് അബൌട്ട് കോൺവെക്സ് മിറർ? യെസ്, ഇൻ ദിസ് കേസ് ലൈറ്റ് എങ്ങനെയാണ്? ഈ ഒരു പോർഷനിലാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്, ഈ ഒരു പോർഷനിലാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിന്റെ ഇന്നർ സർഫസ് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നത് മാറിപ്പോവരുത്. കോൺകേവ് മിററും കോൺവെക്സ് മിററും. കോൺകേവ് മിററിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പവഴി എന്താന്നാ പറഞ്ഞത്? യെസ്, ഇങ്ങനെ ഒരു കേവ് പോലെയുള്ള പോർഷനിൽ ലൈറ്റ് വന്ന് വീണ് റിഫ്ലക്ട് ചെയ്ത് പോവാണെങ്കിൽ that kind of mirror is known as concave mirror, or otherwise that is convex mirror. Clear? Now listen children, here I have drawn three different mirrors. Now let's identify these mirrors. So what about the first one? Of course we know that this is a plane mirror. അല്ലേ? ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ്. So this is a plane mirror. And what about the second one? Yes, of course we know that it is a spherical mirror, but there are two types of spherical mirrors, that is concave mirror and convex mirror. അപ്പൊ ഇത് ഏത് ടൈപ്പ് മിറർ ആണ്? കോൺകേവ് മിറർ ആണോ കോൺവെക്സ് മിറർ ആണോ? യെസ്, നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഏതാണ്? ഈ ഒരു പോർഷൻ ആണ് അല്ലെ. ഇതിന്റെ കേവ് പോലെയുള്ള റീജിയൻ നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്തത് കൊണ്ട് അത് ഡിനോട്ട് ചെയ്യുന്നത് റഫ് സർഫസ് എന്നുള്ളതാണ്. റഫ് സർഫസ് മീൻസ് ദിസ് സർഫസ് which won't reflect light, so that this part of this spherical mirror reflects light. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പ് മിറർ ആണ്? This is a convex mirror. So the second one, that is a convex mirror. Clear? Now what about the third one? Yes, third one-ല് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഏതാണ്? ഇതിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ റീജിയണിൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് റഫ് സർഫസ് ആണ്. സോ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കേവ് പോലെയുള്ള ഈ റീജിയൻ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ third type of mirror, that is concave mirror. Concave mirror. Clear? So hope you understood the three different types of mirrors. That is, this is a plane mirror, this is convex mirror, and this is concave mirror. Okay, അല്ലെങ്കിൽ കോൺവെക്സ് മിററിനെയും കോൺകേവ് മിററിനെയും നമ്മൾ പൊതുവെ എന്ത് പറയും? സ്പെറിക്കൽ മിറേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്പെറിക്കൽ മിറേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, now listen children, now let's discuss certain terms associated with spherical mirrors. Okay, spherical mirrors ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ഇനി നമുക്ക് പഠിക്കാം. So the first term is center of curvature. Listen, center of curvature. So what is center of curvature of a spherical mirror? Yes, the center of a sphere of which the mirror is a part is the center of curvature of the mirror, and it is denoted by C. Listen my dear children, here you can see a spherical mirror, right? അപ്പൊ ഇവിടെ വരച്ചിരിക്കുന്ന ഈ spherical mirror actually which is a part of a sphere. ഒരു സ്ഫിയറിന്റെ പാർട്ട് ആണ് അല്ലെ. ഈ ഒരു spherical mirror എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫിയറിന് ചെറിയൊരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തതാണ് ഇങ്ങനെ ഈ spherical mirror ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് സ്ഫിയറിന്റെ പാർട്ടാണോ ഈ ഒരു സ്പെറിക്കൽ മിറർ വരുന്നത്, ആ സ്ഫിയറിന്റെ സെന്റർ, ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് സെന്റർ ഓഫ് കർവേച്ചർ. ഒന്നുകൂടെ പറയാം,
ഏതോ ഒരു സ്ഫിയറിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്തതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സ്ഫിയറിന്റെ പോർഷൻ ആണോ ഈ സ്പെറിക്കൽ മിറർ വരുന്നത്, ആ കംപ്ലീറ്റ് സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഫിയറിന്റെ സെന്റർ, ദാറ്റ് ഇസ് നോൺ ആസ് center of curvature and which is denoted by C. Okay, it's a simple thing. നമ്മളിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിനൊരു സെന്റർ മാർക്ക് ചെയ്യില്ലേ, എന്നതുപോലെ ഇവിടെ നമുക്കുള്ളത് ഒരു സ്പെറിക്കൽ മിറർ ആണ്. സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫിയറിന്റെ ചെറിയൊരു പോർഷൻ ആണ്. ഓക്കെ, ചെറിയൊരു ഭാഗം കട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മളൊരു ക്രിക്കറ്റ് ബോൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തതായിട്ട് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ ആ ഒരു ക്രിക്കറ്റ് ബോളിന്റെ ഒരു പാർട്ട് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ക്രിക്കറ്റ് ബോളിന്റെ സെന്റർ, ദാറ്റ് ഇസ് നോൺ ആസ് സെന്റർ ഓഫ് curvature. So once again we can go through the definition. Center of a sphere of which the mirror is a part is the center of curvature of the mirror and it is denoted by C. അപ്പൊ സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്പെറിക്കൽ മിററിനെ സംബന്ധിച്ചിടത്തോളം അത് ആ സ്പെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് curvature ആണ്. അതായത് അവിടുത്തെ ആ സ്പെറിക്കൽ മിററിനെ നമ്മളൊരു കംപ്ലീറ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ ആ സ്ഫിയറിന്റെ സെന്റർ. Clear? And one more thing, any line drawn from the center of curvature to this spherical mirror is normal to the mirror. എന്ന് പറഞ്ഞാൽ എന്താണ്? Any line drawn from the center of curvature to the spherical mirror is normal to the mirror. Normal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. നിങ്ങൾക്കറിയാം 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ഇങ്ങനെയാണ് വരിക അല്ലെ. This angle is 90 ഡിഗ്രി. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ സെന്റർ ഓഫ് കർവേച്ചറിന് ഇങ്ങനെ നമ്മൾ മിററിലേക്ക് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ ആ മിററിന്റെ ആ സർഫസുമായിട്ട് ആ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് നോർമൽ. Or if I am drawing another line like this from the center of curvature to the mirror, in that case also the angle that is 90 degree. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ലൈൻ ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി. സോ ദിസ് ഇസ് ദ ഐഡിയ. എനി ലൈൻ വിച്ച് ഇസ് ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് കർവേച്ചർ ടു ദ മിറർ ഇസ് നോർമൽ ടു ദ മിറർ. ക്ലിയർ? നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ മിററിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ഇറ്റ്സ് എ പെക്യുലാരിറ്റി. ക്ലിയർ? Now let's discuss the second term associated with spherical mirror. So the first term is center of curvature. So keep all these things in your memory. First term associated with spherical mirror is center of curvature and which is denoted by C. Now let's discuss the second term associated with spherical mirror, that is radius of curvature. First we have discussed center of curvature and the second term is radius of curvature. It is also very simple. The radius of curvature of a mirror is the radius of the sphere of which it is a part and it is denoted by capital letter R. അപ്പൊ നേരത്തെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമ്മളൊരു സ്പെറിക്കൽ മിറർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ സ്പെറിക്കൽ മിറർ വേറെ ഏതോ ഒരു സ്ഫിയറിന്റെ ഒരു പോർഷൻ ആണ്. അപ്പൊ ഏത് സ്ഫിയറിന്റെ പോർഷൻ ആണോ ആ സ്പെറിക്കൽ മിറർ, ആ കംപ്ലീറ്റ് സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. എന്നതുപോലെ ഇവിടെയും നമുക്കൊരു സ്പെറിക്കൽ മിറർ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒരു കംപ്ലീറ്റ് സ്ഫിയർ ആക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണോ അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സർക്കിളിന് ഒരു സെന്റർ ഉണ്ട് അല്ലെ. സോ ഇതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ ആയിട്ട് പറഞ്ഞത്. ആൻഡ് ഇതേപോലെ ഈ ഒരു സർക്കിളിന് ഒരു റേഡിയസ് ആർ എന്ന് പറയുന്ന ഒരു റേഡിയസും ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സർക്കിളിന് പകരം സ്ഫിയർ ആണെന്നുള്ള ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്പെറിക്കൽ മിറർ ഏതോ ഒരു സ്ഫിയറിന്റെ ഒരു പോർഷൻ ആണ്. അപ്പൊ ഏത് സ്ഫിയറിന്റെ പോർഷൻ ആണോ അതിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ആ സ്ഫിയറിന്റെ റേഡിയസ് ദാറ്റ് ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് curvature and it is denoted by capital letter R. And here you can see the line that is CA, CP and CB. ഇതെല്ലാം എന്താണ്? റേഡിയസ് ഓഫ് curvature ആണ്. Now the third term associated with spherical mirror is aperture. Okay, aperture. So what is aperture? Aperture of a mirror is the reflecting surface of the mirror.
യെസ്, ഒരു മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. സോ ഹിയർ ഐ ഹാവ് ഡ്രോൺ എ സ്ഫെറിക്കൽ മിറർ ആൻഡ് ഐഡന്റിഫൈ ദിസ് ടൈപ്പ് ഓഫ് മിറർ. ഇത് ഏത് മിറർ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്? യെസ്, ഇറ്റ്സ് എ കോൺകേവ് മിറർ. കോൺകേവ് മിറർ ആണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. വൈ? ബിക്കോസ് ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഈ കേവ് പോലെയുള്ള പോർഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ ഈ കേവ് പോലെയുള്ള റീജിയൻ ആണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ കോൺകേവ് മിറർ ഓർ AB. ഇറ്റ്സ് എ കോൺകേവ് മിറർ ഓർ എ സ്ഫെറിക്കൽ മിറർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഫെറിക്കൽ മിററിന്റെ റിഫ്ലക്റ്റിംഗ് പാർട്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ്, നമുക്കറിയാം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് റഫ് സർഫസ് ആണ്, ഈ ഒരു റീജിയൻ ആണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിനെ, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് AB, that is known as aperture. അപ്പൊ ഒരു മിററിന്റെ അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ മിററിന്റെ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's the reflecting surface of the mirror. ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന സ്ഫെറിക്കൽ മിററിന്റെ ഭാഗത്തെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? Now the next term, that is pole. Pole of a mirror is the midpoint of the reflecting surface of the mirror. Okay, pole of a mirror is the midpoint of the reflecting surface of the mirror. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് അപ്പർച്ചർ ആയിരുന്നു. ആൻഡ് അപ്പർച്ചർ ഓഫ് എ മിറർ, ദാറ്റ് ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ മിറർ. അപ്പൊ ഇവിടെ AB എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ്, അപ്പൊ ഈ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ് ആണ് അല്ലെ. ഓക്കെ, ആൻഡ് ദിസ് midpoint of the reflecting surface, that is known as pole, and it is represented by capital letter P. So ഒരു spherical mirror സംബന്ധിച്ചിടത്തോളം എന്താണ് pole എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Yes, pole of a mirror is the midpoint of the reflecting surface. അപ്പൊ ഇവിടെ ഞാനൊരു കോൺകേവ് മിറർ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഈ ഒരു മിഡ് പോയിന്റ്, ഇതിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. സപ്പോസ് നമ്മുടെ കയ്യിലുള്ളത് ഒരു കോൺവെക്സ് മിറർ ആണെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, കോൺവെക്സ് മിറർ ആണെങ്കിൽ അപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഈ ഒരു സർഫസ് ആണ്, അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് അല്ലെ. സോ ദിസ് വിൽ ബി ദ പോൾ ഓഫ് ദി മിറർ. ക്ലിയർ? Now the last term associated with spherical mirror, that is principal axis. Before that, let's recall the terms which we have learned just now. So that is the first one is center of curvature. അല്ലെ, നമ്മുടെ spherical mirror എന്ന് പറയുന്നത് ഏതോ ഒരു സ്ഫിയറിന്റെ ഒരു പാർട്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കംപ്ലീറ്റ് സ്ഫിയർ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇനി ഈ ഒരു സ്ഫിയറിന് നമ്മളൊരു റേഡിയസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ that is known as radius of curvature. And the third one, that is aperture, the reflecting surface of a spherical mirror. Here we have drawn the reflecting surface AB. So this reflecting surface of a spherical mirror, that is known as aperture. And finally the midpoint of the reflecting surface, that is known as pole of a spherical mirror. Now the last term associated with spherical mirror, that is principal axis. Principal axis. So principal axis of a mirror is the straight line connecting the pole of the mirror and the center of curvature. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മിററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ മിററിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ കണക്ടിങ് pole of the mirror and center of curvature. ഒരു സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ്. സോ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിനെയും പോൾ മീൻസ് ഇറ്റ് ഇസ് എ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്, പോളിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് നോൺ ആസ് principal axis. So hope you understood all the terms associated with spherical mirrors. The first one is center of curvature. So recall the definition. First one is center of curvature. Second one is radius of curvature. Third one is aperture. Fourth one is pole. And finally the principal axis. My dear children, that's all for today. Today we got introduced our fifth chapter, that is reflection of light in spherical mirrors. Reflection of light in spherical mirrors. And today we got introduced as spherical mirrors, also the two types of spherical mirrors. Yes, that is convex mirror as well as concave mirror. Also the terms associated with
spherical mirrors. Hope you understood all those terms. So let's wind up today's session. See you in the next session. Till then, it's bye from me, Kirti teacher.